എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു മടവൂർ. കാർഷിക ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്ന പച്ചക്കറിയാണ് വെണ്ട. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു 350 മൂട് വെണ്ടയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വെണ്ട കൃഷിയുടെ വിശേഷങ്ങളാണ്. ഞാനിവിടെ സാമ്പ്രാട്ട് എന്ന ഹൈബ്രിഡ് ഇനം വെണ്ടയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പ്രാട്ട് വെണ്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മൂട്ടിൽ നിന്ന് തന്നെ നിറയെ ബ്രാഞ്ചുകൾ ഉണ്ട്. ഇതുപോലെ തന്നെ 1, 2, 3 നിറയെ ബ്രാഞ്ച് പൊട്ടുകയും എല്ലാ ബ്രാഞ്ചിനും കാ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കനം കുറഞ്ഞിട്ട് അധികം വണ്ണമില്ലാത്ത നല്ല നീളമുള്ള ഇനമാണ് സാമ്പ്രാട്ട്. ഏകദേശം നമുക്ക് ഒരു വെണ്ടയിൽ നിന്ന് 70 മുതൽ 75-80 കാ വരെ ഒരു വെണ്ടയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ സാമ്പ്രാട്ട് വെണ്ട നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്ന ഇനമാണ് സാമ്പ്രാട്ട്. അതുകൊണ്ട് ഞാൻ ഈ തോട്ടത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത് സാമ്പ്രാട്ട് ഇനം വെണ്ടയാണ്. ഈ കൃഷിയിടം തരിച്ചു കിടന്ന ഒരു കൃഷിയിടമായിരുന്നു. അപ്പോൾ ഞാനത് കൃഷിക്ക് അനുയോജ്യമാക്കിയിട്ട് സൈഡിൽ ഷീറ്റെല്ലാം ഇട്ടിട്ട് ആണ് ഇവിടെ വെണ്ട നട്ടിരിക്കുന്നത്. 350 മൂട് വെണ്ട ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ വെണ്ട നടുന്ന സമയത്ത് കുഴിയെടുത്ത് കുമ്മായിട്ടതിന് ശേഷം അടിവളമായിട്ട് എല്ലുപൊടി, വേപ്പമിണ്ണാക്ക്, കോഴിവളം ഇവ കൊടുത്തിട്ടുണ്ട്. അത് നടുന്ന സമയത്ത് അതുപോലെ തന്നെ വാമും PGPR ഫസ്റ്റും വെർമി കമ്പോസ്റ്റും ചേർത്താണ് നട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പിന്നെ ഇതിന് വളമൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. നല്ല അടിവളം കൊടുത്ത് നട്ട് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് പിന്നീട് വളമൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. നല്ല രീതിയിൽ നമുക്ക് കാ ലഭിക്കും. ഏകദേശം ഒരു 10-70 കായെല്ലാം ലഭിക്കും. ഇപ്പോൾ ഓണത്തിന് തന്നെ എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ള വിളവ് എനിക്ക് ലഭിച്ചായിരുന്നു. വെണ്ടയുടെ തൈ ഞാൻ ട്രേയിൽ പാവിയിട്ടാണ് സാധാരണയായിട്ട് തൈ നടുന്നത്. ഒരു 10 ദിവസം കൊണ്ട് വെണ്ട തൈ നമുക്ക് നടാൻ പരുവത്തിന് റെഡിയായി കിട്ടും. അതിനുശേഷമാണ് നമ്മൾ കൊണ്ട് തൈ വെക്കുന്നത്. തൈ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 ദിവസം കഴിയുമ്പോൾ തന്നെ വെണ്ട പൂത്ത് ഒരു 25 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കാ പറിക്കാൻ പറ്റും. അപ്പോൾ വെണ്ട ഒരു ദിവസം കാ പറിച്ചു കഴിഞ്ഞാൽ പിറ്റേന്നും പറിക്കാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത ദിവസം 2 ദിവസം കൂടുമ്പോഴൊരിക്കൽ നമുക്ക് വെണ്ട നല്ല രീതിയിൽ കാ ലഭിക്കും. അപ്പോൾ വെണ്ട കൃഷി നമുക്ക് ഒരു 30 ദിവസം 35 ദിവസം വരെ നല്ല രീതിയിൽ വിളവ് ലഭിക്കും. എന്നാലും ഒരു 1.5 മാസത്തോളം നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ വിളവ് ലഭിക്കുന്ന ഒരു ഇനമാണ് വെണ്ട. അതുപോലെ വിപണിയിൽ 80 രൂപ വരെ ഇപ്പോൾ നമുക്ക് നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മ വിപണിയിൽ നമുക്ക് 80 രൂപ വരെ ഓണമായതുകൊണ്ട് നമുക്ക് വില ലഭിച്ചു. ഓണത്തിന് വേണ്ടിയിട്ട് കണക്കാക്കി തന്നെയായിരുന്നു ഞാൻ ഈ ഭാഗത്ത് വെണ്ട കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ വെണ്ട കൃഷിയുടെ വിളവെടുപ്പാണ്. നമ്മുടെ സാമ്പ്രാട്ട് വെണ്ടയുടെ നീളം കണ്ടോ? നല്ല സൂപ്പറായിട്ടുള്ള നീളമുണ്ട്. ഇതൊരു 5-6 വെണ്ട ഉണ്ടെങ്കിലും നമുക്ക് ഒരു ദിവസത്തെ കറിക്കാവും. നല്ല നീളമുള്ള വെണ്ടയാണ് സാമ്പ്രാട്ട്. വെണ്ടയിൽ അധികമായിട്ട് അസുഖങ്ങളൊന്നും സാധാരണയായി വരാറില്ല. പിന്നെ ഇലപ്പുള്ളി രോഗമൊക്കെ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഇലചുരുട്ടി പുഴു, ഇത് ഇലചുരുട്ടി പുഴുവാണ്. ഇലചുരുട്ടി പുഴുവിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കളയുകയാണ് സാധാരണ ചെയ്യുന്നത്. അതിന് നമുക്ക് കീടനാശിനിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അല്ലാതെ വലിയ രീതിയിലുള്ള അസുഖങ്ങളും രോഗങ്ങളൊന്നും സാധാരണ വെണ്ടയ്ക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അതിന് വേണ്ടിയിട്ടൊന്നും പൈസ ചിലവാക്കേണ്ടിയും വരത്തില്ല.
എൻ്റെ വെണ്ട കൃഷി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഒരു 7 വെണ്ട 8 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ കറിക്കാവും. അപ്പോൾ ഒരു മൂട് വെണ്ട നട്ടാൽ തന്നെ നമുക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴത്തേക്ക് കറി വയ്ക്കാനുള്ള സാധനം കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും നന്ദി, നമസ്കാരം.